എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുമുള്ള പെർമനൻറ്റ് അഡ്മിഷൻ ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 4 മണിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സീറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ തേർഡ് അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ അതിനു മുൻ അലോട്ട്മെൻറ്റുകളിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നും വരാതെ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും രണ്ടിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അവിടെ നിങ്ങൾ അഡ്മിഷൻ നേടുക. ഒരു സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാൽ മറ്റേ സ്ഥലത്തുള്ളത് ക്യാൻസൽ ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കൂടുതൽ താല്പര്യമെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ അവിടെ അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ്. ഹയർ സെക്കൻഡറിയിൽ 5 മണി വരെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണി വരെയുമാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ബി കോഴ്സാണ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത് സയൻസാണ്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളോട് അഡീഷണൽ മാത്സ് പഠിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ അത് പഠിക്കേണ്ടതാണ്. കാരണം അത് പഠിച്ചാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ഉടൻ തന്നെ വരുന്നതാണ്. സാധാരണഗതിയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. ഹയർ സെക്കൻഡറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഈ ഒരു ഫസ്റ്റ് മുഖ്യ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം അലോട്ട്മെൻറ്റ് നടക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യുക. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യുക. അല്ലാതെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കോ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും മാത്രമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച് പെർമനൻറ്റ് അഡ്മിഷൻ നേടാത്ത ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്കുമായിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെടുകയും, അതായത് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുകയും ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.